ഇത് 500 രൂപ നോട്ട്. 2016 നവംബർ 8-ന് 1000 500 രൂപ നോട്ട് നിരോധനത്തിന് ശേഷം നമ്മുടെ കയ്യിലെത്തിയതാണ് ഈ പുതിയ 500 രൂപ നോട്ട്. ഈ നോട്ട് എങ്ങനെയാണ് നമ്മുടെ കയ്യിലെത്തിയത്? ഈ 500 രൂപ നോട്ട് ആരാണ് അച്ചടിച്ചിറക്കുന്നത്? എവിടെ നിന്നാണ് ഇത്തരം നോട്ടുകൾ നിർമ്മിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, കറൻസി നോട്ടുകൾ അച്ചടിച്ചിറക്കുന്നത് നമ്മുടെ കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഞാൻ ഈ പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയല്ല. കാരണം 1 രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നത് RBI അല്ല, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ധനകാര്യ മന്ത്രാലയമാണ് 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും നിർമ്മിക്കുന്നത്. RBIയുടെ ആസ്ഥാനം മുംബൈ ആണല്ലോ. അങ്ങനെയെങ്കിൽ മുംബൈയിൽ നിന്നാണോ ബാക്കി കറൻസി നോട്ടുകൾ നിർമ്മിക്കുന്നത്? മുംബൈ RBIയുടെ ആസ്ഥാനമാണെങ്കിലും കറൻസി നോട്ടുകൾ അവിടെ അച്ചടിക്കുന്നില്ല. ഇന്ത്യയിൽ 4 വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടാണ് കറൻസി നോട്ടുകൾ നിർമ്മാണം. മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ്, കർണാടകയിലെ മൈസൂർ, പശ്ചിമ ബംഗാളിലെ സാൽബോണി. നിങ്ങൾക്ക് ഈ സ്ഥലങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നാസിക് വെസ്റ്റേൺ ഇന്ത്യ, ദേവാസ് സെൻട്രൽ ഇന്ത്യ, മൈസൂർ സദേൺ ഇന്ത്യ, സാൽബോണി ഈസ്റ്റേൺ ഇന്ത്യ. അതായത് ഇന്ത്യയുടെ തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, മധ്യഭാഗങ്ങളിലായിട്ടാണ് കറൻസി നിർമ്മാണശാലകൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള പണത്തിന്റെ സുഗമമായ വിതരണത്തെ ഈ സംവിധാനം സഹായം ചെയ്യും. ഞാൻ ഈ പറഞ്ഞ കറൻസി നിർമ്മാണശാലകളിൽ നാസിക്കും ദേവാസും സർക്കാർ ഉടമസ്ഥയിലുള്ളതും മൈസൂർ, സാൽബോണി എന്നിവ RBIക്ക് കീഴിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കണം. ഇന്ത്യയിലെ നാണയ നിർമ്മാണശാലകൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്?